തൊഴിൽ വാർത്തയിലൂടെ കേരള PSC കറന്റ് അഫയേഴ്സ്. 18ാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായാണ്? 7. 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെ വോട്ടർമാർ 96.8 കോടി. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഫ്രാൻസിസ് മാർപ്പാപ്പ. 8 പതിറ്റാണ്ടുകളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഹാർപ്പർ കോളിൻസ്. ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഫാബിയോ മാർഷെ റഗോണയാണ് 240 പേജുകളുള്ള പുസ്തകം തയ്യാറാക്കിയത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെയും നിലവിലുള്ളതുമായ പോപ്പ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബോട്ട് ആനയെ നടയിരുത്തിയത്? കാലടി മറ്റൂർ തൃക്കയ്യിൽ മഹാദേവ ക്ഷേത്രം, എറണാകുളം. ഡൽഹി ആസ്ഥാനമായുള്ള മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ ഇന്ത്യയാണ് യന്ത്ര ആനയെ നിർമ്മിച്ച് ക്ഷേത്രത്തിന് കൈമാറിയത്. തൃക്കയ്യിൽ മഹാദേവൻ എന്നാണ് ആനയ്ക്ക് നൽകിയിട്ടുള്ള പേര്. 800 കിലോഗ്രാം തൂക്കവും 10 അടി ഉയരവുമുണ്ട്. നിർമ്മാണ ചെലവ് 7 ലക്ഷം രൂപ. സംസ്ഥാനത്ത് ആദ്യമായി ക്ഷേത്ര ചടങ്ങുകൾക്കായി ഇത്തരത്തിലുള്ള ആനയെ ഉപയോഗപ്പെടുത്തിയത് തൃശ്ശൂരിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായത് നവനീത് കുമാർ സേഗൾ. വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് നിയമന കാലാവധി. അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വാൾ ഏത് നിലയിലാണ് ശ്രദ്ധേയനായത്? മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളിലൂടെ. അനുരഞ്ജനം, സഹാനുഭൂതി, സഹകരണം തുടങ്ങി മനുഷ്യർ കാട്ടുന്ന പല സദ്ഗുണങ്ങളുടെയും വേരുകൾ വാനര പൂർവികരിൽ ആണെന്ന് കണ്ടെത്തലാണ് കൂട്ടത്തിൽ പ്രധാനം. ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒരാളായി ടൈം വാരിക 2007 അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. നെതർലാൻഡ് ആണ് ഡി വാളിൻ്റെ ജന്മരാജ്യം. വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ വിസിൽ. പുതിയ CEO ശ്രീകുമാർ K. നായർ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. എല്ലാവരും നന്നായി പഠിക്കണം. ഗോഡ് ബ്ലെസ് യു.